वक्रतुंड महाकाय सूर्यकोटि समप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। नमः शिवाय। नर्मदे हर। നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് ശത്രുദോഷം. നമുക്കെല്ലാവർക്കും ഉണ്ട്. അത് വ്യക്തമായിട്ട് പറയേണ്ട ആവശ്യമില്ല. എവിടെ നോക്കിയാലും അസൂയ, ഉയർച്ച വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുമ്പോൾ നാം ഓരോരുത്തർക്കും അതിഥിയായിട്ടെത്തുന്ന ഒരു കാരണക്കാരനാണ് ശത്രു. അപ്പോൾ തൻ്റെ ഉയർച്ചയ്ക്ക് ബദലായിട്ട് നമ്മുടെ ജീവിതത്തെ പലതരത്തിൽ സ്തംഭനമായിട്ടും മാരണമായിട്ടും ഒക്കെ ഏത് വിധത്തിൽ ദ്രോഹിക്കാമോ ആ രീതിയൊക്കെ അവരത് ചെയ്യും. കടക്കാരനാകുക, അതേപോലെ നമ്മുടെ ലോണുണ്ടെങ്കിൽ അതിനൊരു വരുമാനം ഉണ്ടാവും. ആ വരുമാനം ആശ്രയിച്ചാണ് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടാവുക. പക്ഷെ ആ വരുമാനത്തിന് ബ്ലോക്കാക്കുക. ടോട്ടലി നമ്മൾ എല്ലാ രീതിയിലും ബ്ലോക്കാവുന്ന ഒരു തലം. എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കുക. നമ്മൾ ഏതെങ്കിലും ഇൻ്റർവ്യൂവിന് പോയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പാളിഷാവുക. വീട്ടിലാണെങ്കിൽ വന്നാൽ മഹാഭാരത യുദ്ധത്തിനേക്കാളും വെല്ലുന്ന ഒരു അന്തരീക്ഷം. ഇതൊക്കെയാണ് ശത്രുദോഷം വന്നാലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ നാം എന്താ ചെയ്യുക? ഈ ശത്രുദോഷം എന്താണ്, അതിനുള്ള പരിഹാരം എന്താണ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് നമ്മൾ പെട്ടെന്നൊരാളെ കാണുക, ഒരു തന്ത്രികനെ കാണുക, പൂജാതി കർമ്മങ്ങൾ ചെയ്യുക. അതൊക്കെ ധാരാളം കാശൊക്കെ വരും. എങ്ങനെയെങ്കിലും നമ്മൾ ഈ അവസ്ഥയിൽ നിന്നും മാറട്ടെ എന്നുള്ള ചിന്താഗതിയിലാണ് ഈ പറയുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ വീക്ക്നെസ് അറിഞ്ഞ് ഈ പറയുന്ന ചില കർമ്മികൾ എന്ത് ചെയ്യും? പൂജയുടെ റേറ്റ് അങ്ങോട്ട് കൂട്ടിയിട്ടും ഇതങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ എല്ലാം ശരിയാകും എന്നുള്ളത്. ഇപ്പോൾ സാധാരണ 5% ആയിരിക്കും ശത്രുദോഷം. പക്ഷേ അവർ പറഞ്ഞു വരുമ്പോൾ അത് 10% ഒക്കെ വരും. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഭയപ്പെടും. കാരണം ഈ ഒരു അവസ്ഥയിൽ പറഞ്ഞാലേ നമ്മുടെ അടുത്തുനിന്ന് കാശ് വരൂ എന്നവർക്കറിയാം. പക്ഷേ നമ്മൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ അവസ്ഥ പഴയത് തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ, കാരണം നമുക്ക് നമ്മുടെ ജീവിതത്തെപ്പറ്റി സീരിയസ്നെസ് ഉണ്ട്. പക്ഷെ വരുന്ന കർമ്മികൾക്ക് എല്ലാവരും ഞാൻ പറയുന്നില്ല, ചില അവസ്ഥകൾ. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മനസ്സോടെ ഏത് കർമ്മം ചെയ്താലും അത് പോസിറ്റീവ് ആകും. പണ്ട് കാലങ്ങളിൽ എല്ലാ വീട്ടിലും അവരുടെ കാരണവന്മാർ
അനുഷ്ഠാനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അതൊക്കെ കുറഞ്ഞു വരുമോ? അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ലളിതമാണ്. പക്ഷേ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയും അതേപോലെ എല്ലാ കാര്യങ്ങൾ മുറ പോലെ ഒരു പ്രതിബന്ധവും ഇല്ലാതെ നടക്കുകയും ചെയ്യും. നമുക്കിത് വേണ്ടത്, നമുക്കറിയാം, എല്ലാ കാര്യങ്ങൾക്കും പ്രഥമ ദേവൻ എന്ന് പറയുന്നത് ഗണപതിയാണ്. നമ്മുടെ വീടുകളിൽ ഒരു സംസ്കാരം വളർത്തിയെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഞാൻ ഈ ചാനൽ വഴി ചെയ്യുന്നതും. അതെല്ലാവരും ഫോളോ ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അതനുസരിച്ച് എന്നിലുള്ള അറിവുകൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടാണ്, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ് എൻ്റെ ഓരോ വീഡിയോയും. അപ്പോൾ എല്ലാത്തിനും ഒരു സൊല്യൂഷനുണ്ട്. പക്ഷേ നമുക്ക് അതറിയാതെ പോകുന്നു. കാരണം ഇന്ന് നാം അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ, ഓരോ പ്രശ്നങ്ങൾക്കും കാരണം നമ്മൾ തന്നെയാണ്. പണ്ട് കാലങ്ങളിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മളുടെ വീട്ടിൽ, നമ്മുടെ ഇല്ലങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ അതിൻ്റെ പരിഹാരമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതില്ല. പണ്ട് ഓരോ വീട്ടിലും പശുക്കളുണ്ടായിരുന്നു, പണ്ട് ഓരോ വീട്ടിലും കാവുകളുണ്ടായിരുന്നു, പണ്ട് ഓരോ വീട്ടിലും ആദിത്യ പൂജ ഉണ്ടായിരുന്നു, പണ്ട് ഓരോ വീട്ടിലും തുളസി പൂജയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതൊന്നുമില്ല. അതിന് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഒരു ദിവസത്തിൻ്റെ തുടക്കമായിട്ടുള്ള അനുഷ്ഠാനമാണ്. അത് നമ്മുടെ വീട്ടിൽ ദിവസമെങ്കിൽ ദിവസം, ആഴ്ചയിൽ ഒരിക്കൽ മസ്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ പകുതി മുക്കാലും തീർന്നിരിക്കും. അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങളെ നമുക്കുണ്ടാവില്ല. കാരണം എവിടെ നെഗറ്റീവ് ഉണ്ടോ, അതായത് ദൈവാധീനക്കുറവുണ്ടോ, അവിടെ എപ്പോഴും നെഗറ്റീവ് വന്ന് കുമിഞ്ഞുകൂടും. ആ അറ്റ്മോസ്ഫിയർ ടോട്ടലി മാറ്റുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പറയുന്നത്. നമുക്കറിയാം, ഗണപതി നമ്മളെല്ലാവരും എലോണായിട്ടുള്ള ഗണപതിയെയാണ് വന്ദിക്കുന്നത്. പക്ഷേ വൃദ്ധിയും സിദ്ധിയും പത്നിമാരായിട്ടുള്ള ഗണപതിയെയാണ് നാം ഉപാസിക്കേണ്ടത്, പൂജിക്കേണ്ടത്. കാരണം ശക്തിയുണ്ടെങ്കിലേ ശിവനുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കണം. ഗണപതിയെ നാം ആരാധിക്കുമ്പോൾ വൃദ്ധി സിദ്ധി എന്നുള്ള ചൈതന്യത്തെ, ശക്തിയെ കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം ഗണപതിയെ ആശ്രയിക്കുവാൻ, അല്ലെങ്കിൽ ഉപാസിക്കുവാൻ, അല്ലെങ്കിൽ തൊഴുവാൻ. പക്ഷെ നമ്മൾ ആരും അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ അനുഷ്ഠാനപ്രകാരം ശക്തി ഗണപതിയെയാണ് നാം എപ്പോഴും ആരാധിക്കേണ്ടത്. പണ്ട് കാലങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ അത് അറിവുകളുടെ കുറവുകൾ കാരണം ഗണപതി എന്നുള്ള ഒറ്റ രീതിയിൽ നമ്മൾ ആരാധിക്കാൻ തുടങ്ങി. അതിൻ്റേതായിട്ടുള്ള കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ മന്ത്രം ഇങ്ങനെയാണ്: ഓം ഏകദന്തായ വിദ്മഹി വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഓം തന്നോ വൃദ്ധി പ്രചോദയാത്. ഓം തന്നോ സിദ്ധി പ്രചോദയാത്. ഓം ഗണാധിപതേ നമഃ. ഇതാണ് ശരിക്കും ഗണപതി മന്ത്രം. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ചൊല്ലുന്നത്? ഓം ഏകദന്തായ വിദ്മഹി വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. അവിടം കൊണ്ട് തീർന്നു. അരഭാഗം പോലും വന്നില്ല. അതാണ് നമ്മൾ ചെയ്യുന്ന തെറ്റ്.
ശരിയായ മന്ത്രം എന്ന് പറയുന്നത് ശക്തിയെ ഉൾപ്പെടുത്തിയിട്ടുള്ള തത്വത്തെയാണ് നാം ആരാധിക്കേണ്ടത്. എലോണായിട്ട് ഒരിക്കലും നമ്മൾ എടുക്കരുത്. ഇപ്പോൾ നമ്മൾ മന്ത്രങ്ങൾ പാടുന്നു, ജപിക്കുന്നു. ശിവനെയാണ് ജപിക്കുന്നെങ്കിൽ പാർവതീനെയും കൂടി ഉൾപ്പെടുത്തണം. ഇപ്പോൾ നമ്മൾ രുദ്രാക്ഷമാലയിൽ 1 മണി തൊട്ടു ഓം നമഃശിവായ എന്നാണ്. പക്ഷേ ഓം ഹ്രീം നമഃശിവായ എന്ന് പറയുമ്പോൾ അവിടെ ശക്തി വന്നു. നമ്മൾ തന്നെ തെറ്റ് ചെയ്യുന്നു. പക്ഷേ ശരിയായ രീതി, റൂൾസ് നമ്മൾ അറിയാതെ പോകുമ്പോഴാണ് നമ്മൾ എവിടെങ്ങും എത്താതെയായി പോകുന്നത്. അതായത് ടാങ്കർ ലോറി, വാട്ടർ ടാങ്ക് ലോറി പോകുന്നു. പക്ഷേ അതിൻ്റെ പുറകിൽ തുളയിട്ട് ആ വെള്ളമൊക്കെ പോകുന്ന വഴിയിൽ. പക്ഷെ നമ്മളവിടെ കറക്റ്റ് സ്പോട്ടിലെത്തുമ്പോൾ ടാങ്കർ ലോറി വെള്ളം ഉണ്ടാവത്തില്ല. അതേ സ്ഥിതിയാണ് നമ്മളിപ്പോൾ പോകുന്ന പോക്ക്. കൃത്യമായ നിയമം അറിയാതെയാണ് നാം ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത് വിഫലമാവും. അപ്പോൾ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളൊരു ഉപാസനാമൂർത്തി എടുക്കുമ്പോൾ ആ ഉപാസനാമൂർത്തിയുടെ ശക്തിയെ കൂടി ആരാധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ. ശക്തി ഉണ്ടെങ്കിലേ ശിവനുള്ളൂ എന്ന് നമുക്കറിയാം. എന്നിട്ടുമാണ് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ചൈതന്യത്തെ ആരാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിഷയം, നമ്മൾ വീട്ടിൽ എല്ലാ ദിവസവും അഗ്നിഹോത്രം ചെയ്യണം. പണ്ട് കാലങ്ങളിലൊക്കെ അഗ്നിഹോത്രം ചെയ്തതിന് ശേഷമേ വീട്ടിലെ ഒരു കുടുംബാംഗങ്ങൾ പുറത്തിറങ്ങുകയുള്ളൂ. അതനുസരിച്ചുള്ള ഐശ്വര്യം അവിടെ ഉണ്ടായിരുന്നു. ഇല്ലങ്ങൾ, മഠങ്ങൾ, വലിയ കുടുംബങ്ങൾ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വീട്ടിൽ വരെ അഗ്നിഹോത്രം ചെയ്തിട്ടേ ഒരു വ്യക്തി, ഏതൊരു വ്യക്തിയും ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറുള്ളൂ. അതനുസരിച്ച് അവർക്ക് ഉയർച്ചയുണ്ടായിരുന്നു. അപ്പോൾ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അഗ്നിഹോത്രം, ഗണപതിയുടെ. അതിന് വേണ്ടത് ഒരു നല്ലൊരു വീതിയുള്ള ചട്ടി എടുക്കുക. അത് നമ്മുടെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിരിക്കും. ആ ചട്ടിയിൽ കുറച്ച് മണ്ണിട്ടിട്ട് നമ്മുടെ സാധാരണ തെങ്ങിൻ്റെ തൊണ്ട് വെച്ചിട്ട് കുറച്ച് കർപ്പൂരം അതിലിട്ട് വയ്ക്കുക. ഇനി വേണ്ടത് ഒരു ചെറിയ ഒരു ഉരുളിയിൽ നെയ്യ്, ഒരു 3 ഉരുളി എടുക്കുക. അതിലൊരു ഉരുളിയിൽ നെയ്യ്, ഒരു ഉരുളിയിൽ മഞ്ഞൾ പൊടി, 3-ാമത്തെ ഉരുളിയിൽ കുങ്കുമം. പിന്നെ വേണ്ടത് ചീള് കിട്ടും. ഈ അങ്ങാടിക്കടയിലൊക്കെ രക്തചന്ദനത്തിൻ്റെ ചീള് കിട്ടും. ഇത്രയും കൂട്ടം. പിന്നെ ഗണപതിക്ക് പ്രാധാന്യമായിട്ടുള്ള പുല്ല്, കറുകപ്പുല്ല്, അതൊരു 21 എടുക്കുക. അതിനുശേഷം ഒരു ചെറിയൊരു ചട്ടിയിൽ നെയ്യ് വിളക്ക് കത്തിച്ച് വെച്ചതിന് ശേഷം നമ്മൾ കിഴക്ക് മുഖമായിട്ട് അഗ്നിഹോത്രം ചെയ്യുക, അതായത് ഹവനം ചെയ്യുക. അതിനുള്ള മന്ത്രം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഓം ഏകദന്തായ വിദ്മഹി വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്, ഓം തന്നോ സിദ്ധി പ്രചോദയാത്, ഓം തന്നോ വൃദ്ധി പ്രചോദയാത്. അപ്പോൾ നാം ഗണപതിയെ ഉള്ളിൽ മനസ്സിൽ സങ്കല്പിക്കേണ്ടത് ഈ സിദ്ധിയും വൃദ്ധിയും ശക്തിയായിട്ടുള്ള ഗണപതിയെയാണ് നാം വലത്തും ഇടത്തും ഭാര്യ സമേതനായിട്ടുള്ള ഗണപതിയെയാണ് നാം മനസ്സിൽ സങ്കല്പിക്കേണ്ടത്. അതിനുശേഷം നാം ആദ്യം ചെയ്യേണ്ട ഒരു പുല്ലെടുത്തിട്ട്, ദർഭപ്പുല്ലെടുത്തിട്ട്, കറുകപ്പുല്ലെടുത്തിട്ട് നമ്മൾ ആദ്യം നെയ്യിൽ മുക്കുക, അതിനുശേഷം മഞ്ഞളിൽ മുക്കുക, അതിനുശേഷം കുങ്കുമത്തിൽ മുക്കുക, അതിനുശേഷം ഈ അഗ്നിയിലേക്ക് ഇടുക. നമ്മൾ ഈ ചട്ടിയിൽ കുറച്ച് മണ്ണിട്ട് അതിൽ തൊണ്ട് വെച്ച് അതിൽ കർപ്പൂരം ഇട്ട് കത്തിക്കുക, ഗണപതിനെ സങ്കല്പിച്ചിട്ട്. അതിനുശേഷം ഈ പറയുന്ന ദർഭ, കറുക അതിലേക്ക് ഹവനം ചെയ്യുക. ഓക്കെ, ദർഭ നമ്മൾ സൈഡിൽ വെച്ചാൽ മതി. അത് നമ്മൾ ഒരു ചൂണ്ടുവിരലിൻ്റെ വീതിയിൽ 4 ചുറ്റിനും ഈ ചട്ടിയുടെ പുറത്തായിട്ട് വയ്ക്കുക. കാരണം ആ ശക്തി
സ്രോതസ്സ് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ ഈ കറുക 21 കറുക ഇതേപോലെ ഓരോ മന്ത്രങ്ങൾ ചൊല്ലി ഓരോ കറുക അതിലേക്ക് ആഹൂതി കൊടുക്കുക. ഓം ഏകദന്തായ വിദ്മഹി വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്, ഓം തന്നോ വൃദ്ധി പ്രചോദയാത്, ഓം തന്നോ സിദ്ധി പ്രചോദയാത് എന്ന് പറഞ്ഞിട്ട് ആദ്യം നെയ്യിൽ, പിന്നെ മഞ്ഞളിൽ, പിന്നെ കുങ്കുമത്തിൽ, അതിനുശേഷം ഹവനത്തിലിടുക. അങ്ങനെ 21 പ്രാവശ്യം ചെയ്യുക. നമ്മുടെ എല്ലാ വീടുകളിലും ചെയ്യാവുന്നേ ഉള്ളൂ. ഈവൻ ഫ്ലാറ്റിലാണെങ്കിൽ തന്നെയും നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം നമ്മൾ ചെറിയ ചട്ടിയിലാണ് ചെയ്യുന്നത്. അതിനാണ് അഗ്നിഹോത്രം എന്ന് പറയുന്നത്. ഈ 21 പ്രാവശ്യം ചെയ്തതിന് ശേഷം ഈ പറയുന്ന ആഹൂതി കൊടുത്ത് 21 ആഹൂതി കൊടുത്ത് എഴുന്നേറ്റ് നിന്ന് 3 പ്രദക്ഷിണം നിന്നടുത്ത് തന്നെ നിന്ന് ഗണപതിയെ, ശക്തി സ്വരൂപമായിട്ടുള്ള ശക്തി സമേതനായിട്ടുള്ള ഗണപതിയെ ചുറ്റുന്നു എന്നുള്ള സങ്കല്പത്തിൽ 3 പ്രദക്ഷിണം, അതായത് 3 പ്രാവശ്യം നമ്മൾ ആ ഹവനകുണ്ഡത്തിൻ്റെ മുമ്പിൽ തന്നെ നിന്ന് തന്നെ തിരിയുക. അതിനുശേഷം നമ്മൾ ആ കത്തുന്ന ഹവനകുണ്ഡത്തിൽ ഈ ഒരു കൺസെപ്റ്റിൽ, അതായത് ഭഗവാന്റെ, ഞാൻ ഇപ്പോൾ പ്രസാദിച്ചിട്ടുള്ള ഭഗവാന്റെ എല്ലാ ചൈതന്യവും അനുഗ്രഹവും എനിക്ക് വേണം എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ നമ്മുടെ ആ ശരീരത്തിലേക്ക്, മനസ്സിലേക്ക് എല്ലാവിധ പുണ്യവും വരണം എന്നുള്ള സങ്കല്പത്തിൽ 3 പ്രാവശ്യം നമ്മൾ ആവാഹനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ എല്ലാ സത്തും, ഇപ്പം ഞാൻ ഇന്ന് ചെയ്ത എല്ലാത്തിൻ്റെയും സത്ത് എന്നെയും എൻ്റെ കുടുംബത്തിനെയും വരുണുമാരാകണം എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മൾ അഗ്നിയെ തൊഴുന്നത്. നമ്മൾ ആരതി തൊഴുത്തില്ലേ, അതേപോലെ അഗ്നിയെ തൊഴുന്നത് ഇങ്ങനെയാണ്. അതിനുശേഷം കുറച്ച് തീ അണഞ്ഞതിന് ശേഷം അതിലെ കുറച്ച് കരി എടുത്തിട്ട് നമ്മൾ നെയ്യിൽ ചാലിച്ച് കരിക്കുറി ഇട്ടതിന് ശേഷം വേണം നമ്മൾ പുറത്തു പോകാനോ ബിസിനസ് ചെയ്യാനോ ഒക്കെ. അതെല്ലാ ദിവസവും ചെയ്യുക, അല്ലെങ്കിൽ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ ഉത്തമം. എല്ലാ ഞായറാഴ്ചയും വിധിയോടെ ചെയ്തു കഴിഞ്ഞാൽ വീടിൻ്റെ ആംബിയൻസ്, കുടുംബത്തിലെ മറ്റ് അംഗങ്ങളുടെ എല്ലാ തരത്തിലുള്ള നെഗറ്റീവുകളും പോയിട്ട് ആ വീട് തന്നെ ഒരു ഭൂമായി മാറും. കാരണം ഇതിൽ നിന്ന് വരുന്ന എനർജി ആ വീട് മൊത്തം ഫിൽട്ടർ ചെയ്യും. നെഗറ്റീവ് എവിടെയുണ്ടോ അതിനെയൊക്കെ പുറന്തള്ളി ഫുൾ പോസിറ്റീവ് ആവും. നിങ്ങളൊന്ന് ചെയ്തു നോക്കിയാൽ അറിയാം, ആ ആംബിയൻസ് ഒന്ന് വേറെ തന്നെയാണ്. വേണമെങ്കിൽ നമുക്ക് കൊട്ടത്തേങ്ങയുടെ ചീള്, ചെറിയ ചെറിയ ചീള് അതിലിടാം. അപ്പം അതിൻ്റെ സുഗന്ധം ഒന്ന് വേറെ ആയിരിക്കും. തേങ്ങാക്കൊത്ത് കത്തുമ്പോഴുണ്ടാവുന്ന സുഗന്ധമുണ്ടല്ലോ, നമ്മുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള എനർജി ടോട്ടലി പോസിറ്റീവ് ആവും. കാരണം ഈ നെയ്യും ഈ പറയുന്ന തേങ്ങാച്ചീളും ഒക്കെ, കൊട്ടത്തേങ്ങയുടെ ചീലൊക്കെ കത്തുമ്പോഴുണ്ടാവുന്ന മണം, അത് എത്ര നെഗറ്റീവ് ആണെങ്കിലും അത് പോസിറ്റീവ് ആക്കും. കാരണം വീടിൻ്റെ ടോട്ടൽ ആംബിയൻസ് തന്നെ മാറ്റും. അതനുസരിച്ച് നമ്മൾ ചെയ്യും തോറും നമ്മളുടെ റൂട്ടീന്, നമ്മുടെ ലൈഫിന്, നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ ഫിനാൻഷ്യൽ എല്ലാ രീതിയിലും പോസിറ്റീവ് ആകും. കാരണം നമ്മൾ മനസ്സ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ ബിസിനസ്. നമ്മുടെ മനസ്സ് പോസിറ്റീവ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എല്ലാ രീതിയിലും ഉയർച്ച വന്നിരിക്കും. എല്ലാ ദിവസവും ചെയ്യുക. അഥവാ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞായറാഴ്ച ഉത്തമ ദിവസമാണ്. രാവിലെ അത് ചെയ്യുക. അതിൻ്റെ പുക, അതിൻ്റെ ആംബിയൻസ്, അതിൻ്റെ മണം എല്ലാ രീതിയിലും നമ്മുടെ കുടുംബത്തിൻ്റെ ഐക്യത്തെ, ഉയർച്ചയെ നല്ല രീതിയിൽ ആക്കുവാൻ ഈ ഒരു കർമ്മം മതി. ഇത് അഗ്നിഹോത്രം ചെയ്യുന്ന ഒരു കുടുംബത്തിൽ ഒരു കാരണവശാലും ശത്രുക്കളോ അല്ലെങ്കിൽ അവരുടെ തന്ത്രങ്ങളോ ഫലിക്കില്ല. കാരണം എല്ലാ ഭൂതങ്ങളുടെയും, എല്ലാ പ്രേതങ്ങളുടെയും, എല്ലാ ബാധകളുടെയും ഗണനാഥനെയാണ് നമ്മൾ പൂജിക്കുന്നത്,
നമ്മുടെ ആ രക്ഷ എപ്പോഴും ഗണപതിയിലുള്ളിടത്തോളം കാലം ഈ പറയുന്ന ഒരു നെഗറ്റീവ് നമുക്ക് ഏൽക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ഒരു കർമ്മം നമ്മൾ വീടുകളിൽ ചെയ്യുക. കാരണം ഇതിന് പ്രത്യേകിച്ചുള്ള ഒരു നിയമമില്ല. കാരണം നമ്മുടെ വീട്ടിലാണ് ചെയ്യുന്നത്, മറ്റുള്ള അമ്പലങ്ങളിലോ പൊതുസ്ഥലങ്ങളിലോ ഒന്നുമല്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ രക്ഷയ്ക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന, നമ്മുടെ കാരണവന്മാർ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രാവശ്യം അത് റീപ്രോക്ക് ചെയ്യുകയാണ് നമ്മൾ. ഇതറ്റ കാര്യം നമ്മളത് തുടർന്നോ എന്നുള്ളൊരവസ്ഥയിലേക്ക് വരുവാണ്. കാരണം നമ്മൾക്കിനി ടെൻഷൻ അടിക്കാൻ വയ്യ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ആത്മാർത്ഥമായിട്ടുള്ള ഇപ്പം ഹവനം ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണോ ഭഗവാന്റെ എല്ലാ രീതിയിലുള്ള കടാക്ഷം എന്നെയും എൻ്റെ കുടുംബത്തിനും എപ്പോഴും വേണമെന്നുള്ള സങ്കല്പത്തിൽ ആത്മാർത്ഥമായിട്ട് അതിലിടുക. കാര്യങ്ങൾ ഉറപ്പായിട്ട് നടക്കും. നമ്മൾ വേറൊരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഇത്രയേ ഉള്ളൂ. കാരണം ഭഗവാന് വേണ്ടത് കുറേ റൂൾസോ റെഗുലേഷൻസോ ഒന്നുമല്ല. നമ്മുടെ വീടാണ്, അമ്പലമല്ല. വീടാണെങ്കിൽ ദെയർ ഈസ് എ റൂൾ. ബട്ട് നമ്മുടെ വീടുകളിലാവുമ്പോൾ ആ റൂൾസൊന്നും വേണ്ട. സ്ത്രീകൾക്കും ചെയ്യാം. സാത്വികമായിട്ടുള്ള രീതിയിൽ ജീവിക്കണം. എപ്പോഴും ഒരു വെജിറ്റേറിയൻ ആകണം. കാരണം നമുക്ക് നോൺ വെജ് പറഞ്ഞിട്ടില്ല. അവിടെ ഏത് ഗ്രന്ഥത്തിലാണോ വേദത്തിലാണോ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഇത് നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കടന്നുകയറ്റമാണ് ഈ നോൺ വെജ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ടോട്ടലി മാറ്റുക. എന്നിട്ട് നോക്കുക നമ്മൾ അനുഷ്ഠാനങ്ങൾ, ഞാൻ ഓരോ എപ്പിസോഡിൽ ഓരോ അനുഷ്ഠാനങ്ങൾ, നമ്മളിൽ നിന്ന് കൈമോശപ്പെട്ട അനുഷ്ഠാനങ്ങളാണ് ഞാൻ നിങ്ങളിലൂടെ പുനർജീവിപ്പിക്കുന്നത്. അത് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി. വേറൊന്നും നമ്മൾ ചെയ്യേണ്ട. ഇതിൽ നമുക്ക് വലിയ കാശൊന്നും ആവത്തില്ല. കുറച്ച് നെയ്യ്, കുറച്ച് കുങ്കുമം, ഈ പറയുന്ന കറുക, അത് നമ്മുടെ വീടുകളിൽ പറമ്പുകളിലൊക്കെ ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾക്ക് അങ്ങാടിക്കടകളിലൊക്കെ ഈ പറയുന്ന കറുകയുടെ ഡ്രൈ ഗ്രാസ് കിട്ടും. അപ്പോൾ എല്ലാവരും ഈ ഒരു അനുഷ്ഠാനങ്ങൾ വീടുകളിൽ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വെക്കുകയുള്ളൂ. കാരണം നമ്മുടെ അധപതനത്തിന് കാരണം നമ്മളിൽ നിന്നും അറ്റുപോയ അനുഷ്ഠാനങ്ങളാണ്. അതിനെ പുനർജീവിപ്പിക്കുക എന്നുള്ള കടമയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം എനിക്ക് നിങ്ങളോട് ഇത് പറയാനേ ഒക്കുള്ളൂ. നമ്മൾ അനുഭവിക്കേണ്ടത് ശരിക്കും നമ്മൾ അനുഭവിക്കേണ്ടതല്ല. നമ്മൾ ഈ പറയുന്ന നമ്മുടെ സംസ്കാരങ്ങൾ അത് നമ്മൾ ഫോളോ ചെയ്താൽ മാത്രം മതിയാവും. നമുക്കൊരു പ്രശ്നവും നമ്മളെ അലട്ടത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരും മനസ്സറിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുക. അതെനിക്കൊരു നല്ലൊരു സപ്പോർട്ടാണ്. നിങ്ങളുടെ കമൻറ്റും ഇനി നിങ്ങൾക്കറിയേണ്ടത് അത് കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതനുസരിച്ചുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാം. കാരണം എങ്ങനെ പറയും എന്നുള്ള ചിന്താഗതിയിലാണ്. അപ്പം നിങ്ങളൊരു സബ്ജക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ള ആൻസർ ഞാൻ വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം നമഃ ശിവായ. നർമ്മദേ ഹർ.